അടിമുടി യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ച ഒരു ബസ് തൊഴിലാളിയുടെ പ്രതികരണം ഇപ്പോൾ വൈറലായിട്ടുണ്ട്. അതിന്റെ ഒരു സാമ്പിൾ നമുക്ക് ആദ്യം കാണാം. വോട്ട് ചെയ്ത പാർട്ടിയില്ലേ ഇലക്ഷനൊക്കെ വോട്ട് ചെയ്യുന്നേ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ടീം UDF എടാ നമ്മള് വൈദ്യുതി കൊള്ളു. നീ ഏതാ ടീം? ഏതാ പാർട്ടി? UDF. ഓക്കെ പോയിക്കോളി കേട്ടല്ലോ. മക്കളെ ഞാൻ രാഷ്ട്രീയ വരെ പുറത്തുവിട്ടില്ലേ, മക്കളെ വരെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോ ഞാനിത് ചെയ്തോണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ വോട്ട് ചെയ്തല്ലേ, ഇതിനൊക്കെ നോക്കിയിട്ട് കാർക്കിച്ച് തുപ്പാൻ തോന്നുന്നു. അതുകൊണ്ടാണ് ചാരിറ്റി കളിയുന്നത്. പ്രിയദർശിനിയോ സ്ത്രീകൾക്ക് സൗജന്യയാത്ര എന്ത് മണ്ണാങ്കട്ടമാണെന്ന് കൊണ്ടുപോയി. നമുക്ക് ആർക്കും ഒരു വിരോധവും ഇല്ല. അതിന്റെ ലോഗോ പ്രകാശനം ചെയ്യേ, ലോഗോ ക്രിയേറ്റ് ചെയ്യേ ഒക്കെ. പക്ഷെ അത് മറ്റുള്ളവരുടെ കഞ്ഞിയിൽ മണ്ണിട്ടാവാൻ ഒറ്റ അഭ്യർത്ഥന മാത്രമാണ്. കണ്ടല്ലോ, വോട്ട് ചെയ്തു പോയതിൽ നിരാശനായി ആ വോട്ട് ചെയ്ത അടയാളം വരെ സ്ക്രാച്ച് ചെയ്ത് കളയുന്ന മാനസികാവസ്ഥ. UDF ജയിച്ചപ്പോ സന്തോഷം കൊണ്ട് അറുമാദിച്ചതാണ്. ഇനി ഗ്യാരണ്ടികളുടെ ബഹളമാണ്. ഇടതുപക്ഷത്തിന്റെ തോൽവിയിൽ പടക്കം പൊട്ടിച്ചവരാണ്. ഇപ്പോ കുടുംബക്കാർ ഒന്നടങ്ക UDF ആയി വളർത്തിയതിൽ നിരാശനായി മാറുകയാണ്. വേദനയോടുകൂടിയാണെങ്കിലും ഇപ്പോ സ്വന്തം കഞ്ഞിയിൽ പാറ്റ വീണപ്പോ അദ്ദേഹത്തിന് ചില തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും പൂർണ്ണമായി ആ കോൺഗ്രസ് മനസ്സിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, തൂഫാനൊക്കെ സൂപ്പർ ആകുമ്പോഴും വീട്ടിൽ കഞ്ഞി കുടിക്കേണ്ട ഗതികേടിലേക്ക് എത്തിച്ച ആ ഭരണവിസ്മയം അതോർത്ത് വല്ലാത്ത സങ്കടത്തിലാണ്. ആ സങ്കടപ്പെടുന്നതിന് കാരണം ആരാണെന്ന് ഒന്ന് സ്വയം ചോദിച്ചാൽ അത് ഞാൻ തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ചെയ്ത പ്രവൃത്തിക്ക് ഞാൻ തന്നെ അനുഭവിക്കുന്നു, എന്നിട്ട് ആരോടാണ് ഈ മൊബൈലിലൂടെ സഹതപിക്കുന്നത്? ഈ പൂക്കിച്ചിരിയും പൂക്കി വാക്കും കേട്ടിട്ട് മതിയായിട്ടില്ല. ഇതാരെങ്കിലും കേട്ടെന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നതാണോ? അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾ 10 വർഷമായിട്ട് വരുമാനങ്ങൾ മുട്ടി നിൽക്കുന്നവരാണ്. അപ്പോ പരമാവധി ചില സൗജന്യങ്ങളൊക്കെ കൊടുത്ത് കണ്ണിൽ പൊടിയിട്ട് സൈഡിൽ കൂടെ ഞങ്ങൾക്ക് ഒപ്പിക്കേണ്ടത് ഒപ്പിക്കണമെന്നല്ലാതെ ഈ കണ്ണീരോ കഞ്ഞിയിൽ പാറ്റ വീണതിലൊന്നും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ചെയ്യാനായിട്ട് ഈ സൗജന്യ യാത്ര നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നടക്കാനും പോകുന്നില്ല. അതുകൊണ്ട് വേറെ ജോലി എന്തെങ്കിലും നോക്കുന്നതാണ് UDF-കാരന് അഭികാമ്യം. പ്രൈവറ്റ് ബസ് മേഖലയ്ക്ക് ഇതോടുകൂടി ചരമഗീതം പാടാനുള്ള അവസരം നിങ്ങൾ തന്നെ ഉണ്ടാക്കി. നിങ്ങൾക്ക് ഇന്നലകളിൽ നിയമം കുറച്ച് കർശനമാക്കി കാര്യങ്ങൾ ജനങ്ങൾക്ക് ഗുണമുള്ളതാക്കി മാറ്റിയപ്പോൾ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോ എന്ത് ചെയ്യണം? നമ്മൾ സംഘടിതരാണ്, ഞങ്ങൾ വിചാരിച്ചാലും കുറച്ച് വോട്ട് മാറും. വോട്ട് മാറ്റിക്കൊടുത്തിട്ട് ഇപ്പൊ ഇരുന്ന് നഖത്തിലെ ആ മഷി സ്ക്രാച്ച് ചെയ്ത ആ ഭരണം താഴെ വീഴാൻ പോകുന്നില്ല. 5 വർഷം അവര് പോകും. 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾ ഇപ്പൊ ഇരുന്ന് ആലോചിച്ചാൽ ഉത്തരം കിട്ടും. അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് പൂക്കി ചിരിയെ മറികടക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. ലെവലേശം ജനങ്ങളോട് ആത്മാർത്ഥത ഇല്ലാത്തവരാണ്. അത് സംശയമുള്ളവർ വയനാട്ടേക്ക് മാത്രം നോക്കിയാൽ മതി. ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ വാക്കുകൊടുത്ത് പറ്റിച്ചതിനോളം വരില്ലല്ലോ മറ്റൊന്നും. അതുകൊണ്ട് നിങ്ങളുടെ ഈ കണ്ണീരൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ ഈ കണ്ണീരും സങ്കടമൊന്നും കണ്ടിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അധികാരം കിട്ടാൻ വേണ്ടി ജനങ്ങൾക്ക് മുന്നിൽ പൊള്ളയായ ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചു. അതിലൂടെ നിങ്ങളും തകരും, KSRTCയും തകരും. ഞങ്ങൾക്കെന്താ, കാട്ടിലെ തടി തേവരുടെ ആന. 2 പൂക്കി ചിരിയും കൂടെ ചിരിച്ചിട്ട് മേനോൻ പൊടിയും തട്ടിപ്പോകും. അത്രയേ സംഭവിക്കുള്ളൂ. ഞാനേ ഒരു പ്രൈവറ്റ് ബസ് ജീവനക്കാരനാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടു. ഓക്കെ, ആവില്ല. നല്ല അന്തസ്സായിട്ട് ജോലിക്ക് പോയിട്ട് 3 നേരം നല്ല ഉഷാറായിട്ട് ഭക്ഷണം കഴിക്കുന്നതായിരുന്നു കുടുംബത്തിനൊപ്പം. ഇപ്പൊ കഞ്ഞിമലെത്തി കാര്യങ്ങള്. ഇനി UDF സർക്കാരും അണികളും ഈ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടോളിട്ടോ. ഏതാ പാർട്ടി? നമ്മള് വോട്ട് ചെയ്ത പാർട്ടിയില്ലേ ഇലക്ഷനൊക്കെ വോട്ട് ചെയ്യുന്നേ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ടീം UDF എടാ നമ്മള് വൈദ്യുതി കൊള്ളു. നീ ഏതാ ടീം? ഏതാ പാർട്ടി? UDF. ഓക്കെ പോയിക്കോളി കേട്ടല്ലോ. മക്കളെ ഞാൻ രാഷ്ട്രീയ വരെ പുറത്തുവിട്ടില്ലേ, മക്കളെ വരെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോ ഞാനിത് ചെയ്തോണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ വോട്ട് ചെയ്തല്ലേ, ഇതിനൊക്കെ നോക്കിയിട്ട് കാർക്കിച്ച് തുപ്പാൻ തോന്നുന്നു. അതുകൊണ്ടാണ് ചാരിറ്റി കളിയുന്നത്. പ്രിയദർശിനിയോ സ്ത്രീകൾക്ക് സൗജന്യയാത്ര എന്ത് മണ്ണാങ്കട്ടമാണെന്ന് കൊണ്ടുപോയി. നമുക്ക് ആർക്കും ഒരു വിരോധവും ഇല്ല. അതിന്റെ ലോഗോ പ്രകാശനം ചെയ്യേ, ലോഗോ ക്രിയേറ്റ് ചെയ്യേ ഒക്കെ. പക്ഷെ അത് മറ്റുള്ളവരുടെ കഞ്ഞിയിൽ മണ്ണിട്ടാവാൻ ഒറ്റ അഭ്യർത്ഥന മാത്രമുണ്ട്. ഇപ്പൊ പുതുതായി ഭരണമേറ്റെടുത്ത സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നല്ല കാര്യം തന്നെ. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ ഗംഭീരം. നല്ല പാളയത്തു നിന്നൊക്കെ വമ്പൻ ചെക്കിങ്ങാ ഷാഡോ വന്നിട്ട് ഒരുപാട് സന്തോഷം ഉണ്ടായില്ലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ. ഈ പ്രിയദർശിനി
സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, നല്ല കാര്യം. പക്ഷേ ചെറിയൊരു വിഷയം വന്നത് എന്നെപ്പോലെയുള്ള ആളുകൾ, അതല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടിട്ടുള്ള പദ്ധതി പോയത്. അത് വല്ലാതെ സങ്കടം തോന്നി ആ ഒരു കാര്യത്തിൽ. മാസത്തിൽ 20,000 30,000 രൂപയൊക്കെ ശമ്പളം വാങ്ങുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്ത്രീകൾ പ്രിയദർശിനിയെ ആശ്രയിക്കുന്നു. നിങ്ങൾ കൊടുത്തോളി, സൗജന്യ ടിക്കറ്റ് കൊടുക്കാം, ആർക്ക്? അതിന് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാം. അപ്പം ഇതിന്റെ മറുവശം ചിന്തിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് മഹാബദ്ധായി പോയി ഞാൻ പറയും. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ടാക്സിലോ അതല്ലെങ്കിൽ ഡീസൽ വില വർധനയിലോ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാലും എന്നെ പോലുള്ള ഒരു ജീവനക്കാരന് അത് ഒരിക്കലും ഉപകാരപ്പെടില്ല. സത്യം പറഞ്ഞാൽ ക്യാഷ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ അവസ്ഥ. സന്തോഷം.